on. You do not want to speak on the bill. I'll have to move on. Shriman C. Sadanand Master. Shriman C. Sadanand Master. Be expunged and she should be disallowed. She's been disallowed. I have asked Mr. Chair. This is not part of the bill. Mr. Sadanand Master. Mr. Sadanand Master, please continue. Everybody in your seats. Everybody in your seats. Mr. Sadanand Master, please, honorable member. Please, Mr. Singh, please. Mr. Sadanand Master, honorable member, please. Sir, before you start, let me make my ruling very clear. Anything that has been spoken by the previous honorable member, which is not on the scope of the bill, will not be a part of the records. Please continue. Honorable Chairman, sir. I would like to speak in Malayalam, sir, which is the mother tongue of my beloved Kerala. കേരളത്തിൻ്റെ പേര് കേരള എന്ന കൊളോണിയൽ വിശേഷണത്തിൽ നിന്ന് കേരളം എന്ന തനിമയുള്ള പേരിലേക്ക് മാറ്റുന്നതിനാവശ്യമായ ബില്ല് അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്ന ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും ആദരണീയനായ ആഭ്യന്തരമന്ത്രി അമിത് ഷാജിയെയും ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്, വിനയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അവരോട് എൻ്റെ കൃതജ്ഞത കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. സർ, കേരളം അതിമനോഹരമാണ്. കേരളത്തിൻ്റെ ഭാഷ മലയാളം അതീവ സുന്ദരമാണ്. ആ ഭാഷയിൽ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു ഗീതം ഞാനതിവിടെ ഉദ്ധരിക്കാം. സർ, ആദിശങ്കരൻ ആത്മബോധമുണർന്നുയർന്നൊരു കേരളം, ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം, മാതൃഭാരത പാദപീഠമിതാണു കേരള പുണ്യഭൂ, ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമരുന്നിടം. സർ, കേരളത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായ ഒരു കവിതാ ശകലം ഞാൻ ആദ്യമായി ഉദ്ധരിക്കാനുള്ള കാരണം, നമ്മുടെ ഈ കേരളത്തിൻ്റെ ശ്രേഷ്ഠമായ സംസ്കൃതി കുടികൊള്ളുന്നത് ഭാരതം എന്ന മഹത്തായ സങ്കല്പത്തിന്റെ ബലത്തിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സർ, കേരളത്തിൽ ഭാരതത്തിന്റെ തെക്കുഭാഗത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ പിറവിയെടുത്ത ആദിശങ്കരൻ അദ്വൈത ദർശനം ഈ നാടിന് പകർന്നു നൽകിയ ശ്രീശങ്കരൻ, അദ്ദേഹം മുഴുവൻ ഭാരതത്തിലും സഞ്ചരിച്ചതിന് ശേഷം ഭാരതത്തിന്റെ വടക്കേയറ്റത്ത് സർവജ്ഞപീഠം, കാശ്മീരിൽ സർവജ്ഞപീഠം കയറി തന്റെ ദാർശനികമായ കരുത്ത് ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ മഹാപുരുഷനാണ്. സർ, ആ ശങ്കരന്റെ പേരിലാണ് കേരളം ഇന്നറിയപ്പെടുന്നത്. ആ ശങ്കരന്റെ പേരിലുള്ള ശീലുകളാണ് കേരളത്തെ ശക്തിപ്പെടുത്തുന്നത്. സർ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ചൂരും ചുരുക്കും പകർന്നുകൊടുത്ത ദേശീയ കവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം പാടിയത് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. ഭാരതമെന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളെ. സർ, കേരളം എന്ന പേര് കേൾക്കുമ്പോൾ ചോര തിളക്കേണ്ടത് ഭാരതം എന്ന പേര് കേൾക്കുമ്പോഴുണ്ടാകുന്ന അഭിമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഭാരതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന അദമ്യമായ അഭിമാനത്തിന്റെ ബലത്തിലാണ് സർ കേരളം എന്ന് കേൾക്കുമ്പോൾ ചോര തിളക്കേണ്ടത്. അല്ലാതെ ഭാരതം എന്ന പേരിനോട് ഒട്ടുമേ പ്രതിബദ്ധതയില്ലാത്ത തരത്തിൽ പെരുമാറിക്കൊണ്ട് കേരളം എന്ന് കേൾക്കുമ്പോൾ ചോര തിളച്ചതുകൊണ്ട് പ്രയോജനമില്ല. സർ, ഞാൻ ഈ അവസരത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
കേരളത്തെക്കുറിച്ച് ഓർത്ത് ചോര തിളയ്ക്കാം. പക്ഷെ നമ്മുടെ ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിവാദങ്ങൾ കേരളത്തിൽ സംഭവിക്കുകയാണ്. സർ, 2 ദിവസം മുമ്പാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു അധ്യാപകൻ ഒരു ചോദ്യമുണ്ടാക്കിയതിന്റെ പേരിൽ ശിക്ഷാ നടപടിക്ക് വിധേയനായിരിക്കുന്നത്. സർ, പ്ലീസ്. സർ, ഐ am talking about our national integrity. I am talking about our national integrity. സർ, ഈ അധ്യാപകൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ആരാധ്യനായ വി.ഡി. സവർക്കറെ കുറിച്ച് ചോദ്യമുണ്ടാക്കിയതിന്റെ പേരിലാണ്. Are you yielding? Sir, I am speaking about the subject. One second. I will call you. 1 second. Sir, വി.ഡി. സവർക്കർ 1 second. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നടത്തിയ ഒരു ചോദ്യോത്തര പരിപാടിയിൽ വി.ഡി. സവർക്കറെ കുറിച്ച് ഒരു ചോദ്യമുണ്ടായപ്പോൾ ആ ചോദ്യം നിർമ്മിച്ച അധ്യാപകനെ ചെയ്തിരിക്കുന്നു. സർ, കേരള ഗവൺമെന്റ് കേരളത്തെ കുറിച്ച് അഭിമാനം പേറുമ്പോൾ കേരളം എന്ന പേര്. One second. Let me just listen. 1 second. I'll allow 1 point of order. I cannot allow 5 points of order. 1 point of order. You have a point of order. I'm just allowing 1 point of order. It cannot be 5 points of order. Rule number 240. Then I'll have to move on. Sir, I want rule number 240. നമ്മൾ നിരന്തരമായിട്ട് പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇത്ര വലിയൊരു രാഷ്ട്രീയ പ്രശ്നം ഒരു മര്യാദയുമില്ലാതെ ഇവിടെ സംസാരിക്കാൻ അവകാശം കൊടുക്കുന്നത് ഒരു വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ Which rule are you on? 240. Okay. സർ, ഈ വിഷയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്നുള്ളതാണ് പൊതു തീരുമാനം. അതാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്പീക്കറെ അങ്ങ് വിലക്കിയത്. ഇപ്പൊ എങ്ങനെയാണ് ഒരു നോമിനേറ്റ് മെമ്പർ അങ്ങ് ഈ കാര്യത്തിന് അനുവദിക്കുന്നത്? I've taken your point. No, the point is that he must confine to the periphery of this. No, son, how can he make a political speech? I'll take your point. Sir, Honorable Leader of the House. Sir, I am Leader of the House. 1 second. I've allowed him. Yes, please. Sir, Please. what Santosh Kumar ji is saying is not relevant to the context, because One second. he is talking about Kerala, the pride of Kerala, and he's narrating it with the pride of India. And in that context, he has mentioned the name of Veer Savarkar, that Veer Savarkar, who is the pride of the nation, a question was asked, and a teacher was suspended, for asking a question on Veer Savarkar. So he is questioning about, when we talk about Kerala, we should also see to it that the national sentiments are respected. That is what Master Sadanand is trying to say. Yes. I've taken your point. There are 5 points of order. There are 7 points of order now. It cannot go on. You have to pick and choose one. Mr. Tiruchi Shiva, last point of order, I'll move on. No, I am not allowing everyone. I cannot allow everyone point of order. No, one. Mr. Tiruchi Shiva. Yes, please. Sir, we have been following a strict rule that no member should speak away from the bill. And when Ms. Jabi Mehtar was speaking, Leader of the House mentioned you also disallowed her because she went beyond the bill. That applies to the treasury benches also. Kindly, please. Please continue. I've taken the point of order. Please. Sir, ഞാൻ പറഞ്ഞു വന്നത്, No, I've taken the point of order. Mr. ആദരണീയനായ സഭാ നേതാവ് വിശദീകരിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും ഭാരതത്തിന്റെ ആത്മാഭിമാനം കേരളവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനതിവിടെ പറഞ്ഞത്. തീർച്ചയായും ഈ ബില്ല് കേരള എന്ന കൊളോണിയൽ സംസ്കാരം പേറുന്ന പേരിൽ നിന്ന് കേരളം എന്ന ചരിത്രപരമായ സാംസ്കാരിക ഉന്നതിയുള്ള സാംസ്കാരിക പാരമ്പര്യം പേറുന്ന പേരിലേക്കുള്ള നമ്മുടെ പ്രയാണം അഭിമാനകരമാണ് സർ. അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിന്
അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില ചലനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ. അത് ഈ വിഷയവുമായി ഏറെ ബന്ധമുള്ളത് തന്നെയാണ് സർ. സർ, കേരളത്തിന്റെ പേര് കേരള എന്നായി മാറിയത് ബ്രിട്ടീഷുകാർ ഭാരതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങളിൽ കേരളം എന്ന പരാമർശമുണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തുടക്കത്തിൽ ശങ്കരാചാര്യർ എന്ന മഹത് വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ആ കാലഘട്ടങ്ങൾ മുതൽ തന്നെ നമ്മുടെ കേരളത്തെ കേരളം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനേക നാളുകളായി കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും അങ്ങേയറ്റം ആവേശത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു മുഹൂർത്തത്തിനു വേണ്ടി. സർ, 2024 ജൂൺ മാസം 24-ാം തീയതി കേരള നിയമസഭ ഏകകണ്ഠമായി കേരള എന്ന പേര് മാറ്റി കേരളം എന്നാക്കണം എന്നൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയം കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തു. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ കേരളം എന്ന പേര് നിലവിൽ വരണം എന്ന താല്പര്യത്തോടെ ഉത്തരവിറക്കി. അങ്ങേയറ്റത്തെ സന്തോഷത്തോടെയാണ് കേരളം അത് സ്വീകരിച്ചത്. സർ, ഇന്ന് ആ ഉത്തരവിന്റെ ആത്മാവിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ആ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ ഘട്ടത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്നത്. സർ, കേരളത്തെ കേരളമാക്കിയ അനേകം സാഹിത്യ നായകന്മാർ, നമ്മുടെ സാംസ്കാരിക നായകന്മാർ, നവോത്ഥാന നായകന്മാർ, അയ്യാ വൈകുണ്ഠസ്വാമി മുതൽ ഇങ്ങോട്ടുള്ള പരമ്പര ഓരോന്നും എടുത്തു പരിശോധിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി, കുമാരനാശാൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇതുപോലെ അനേകം ആളുകൾ അവരവരുടെ പ്രസംഗങ്ങളിൽ, അവരവരുടെ രചനകളിൽ, അവരവരുടെ വാക്കുകളിൽ എന്റെ കേരളത്തെക്കുറിച്ച്, ഞങ്ങളുടെ കേരളത്തെക്കുറിച്ച് അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പ്രതിപാദ്യത്തെ മുഴുവൻ ആവിഷ്കരിച്ചുകൊണ്ടാണ് ആദരണീയനായ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഈ ബില്ല് കൊണ്ടുവരാനുള്ള മുൻകൈയെടുത്തത് എന്ന് കേരളക്കാർ കൃതജ്ഞതയോടെ സ്മരിക്കുകയാണ് സർ. കേരളം കേരളമായി മാറുമ്പോൾ ഒരു വാക്കിന്റെ മാറ്റമായിട്ട് മാത്രം നമ്മൾ അതിനെ കാണാൻ പാടില്ല സർ. ഒരു വാക്കിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് സർ. ഒരു പേരിന്റെ പിന്നിൽ കുറേയധികം ഓർമ്മകളുണ്ട് സർ. ഒരു ഭാഷയുടെ പിന്നിൽ വലിയൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വേറിട്ടതല്ല. ഇത് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല. കേരളത്തോട് അങ്ങേയറ്റത്തെ ഔദാര്യത്തോടെ എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങേയറ്റത്തെ വാത്സല്യത്തോടെ കേരളത്തിലെ ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, കരുതലോടെ കാക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് അനേകം സാമ്പത്തികമായ കാര്യങ്ങളിലൂടെ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൂടെ, സാംസ്കാരികമായ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിക്ക് ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് സർ, ഞാൻ ഈ ബില്ലിനെ അങ്ങേയറ്റം ആവേശത്തോടെ, സന്തോഷത്തോടെ പിന്താങ്ങുന്നതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ജയ കേരളം, ജയ ഭാരതം. Thank you. Very good. Honorable members, before I move on to the next speaker, may again reiterate that has already been observed by the chair. Honorable members, I would request those members who would be participating in the discussion to confine themselves to the general principles of the bill and either in support or against the provisions. Further irrelevant points and repetition of arguments should be avoided. These guidelines are provided under Rules 110, 124 and 240 of the Rules of Procedure. Anything said in violation of the rules shall not form part of the records. I do not have to repeat it again and again. Anything that does not form part of the scope under 110, 124 and 240 will not be part of the records. I'll move on to the next speaker.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.